കുടിവെള്ളക്ഷാമം, വിലക്കയറ്റം, ഉയർന്ന വൈദ്യുതി നിരക്ക്. പൗരന്റെ അടിസ്ഥാന ജീവിതത്തെ ബാധിക്കുന്ന ഈ പ്രശ്നങ്ങളാണ് 15 വർഷത്തെ കോൺഗ്രസ് ഭരണം അവസാനിപ്പിച്ചത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ വിശ്വസിച്ചാണ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തത്. ഓരോ കുടുംബത്തിനും സൗജന്യമായി 700 ലിറ്റർ കുടിവെള്ളം വിതരണം ചെയ്യും, വൈദ്യുതി നിരക്ക് പകുതിയായി കുറക്കും എന്നിവയാണ് പാർട്ടിയുടെ മുഖ്യ പ്രഖ്യാപനങ്ങൾ. 700 ലിറ്റർ സൗജന്യ കുടിവെള്ളം എന്ന പ്രഖ്യാപനം അധികാരത്തിലേറി 24 മണിക്കൂറിനകം പാലിക്കുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ തന്നെ പറയുന്നത്. വെള്ളത്തിന് പൂർണ്ണമായും മറ്റ് സംസ്ഥാനങ്ങൾ ആശ്രയിക്കുന്ന ഡൽഹിയിൽ ഇതെങ്ങനെ സാധിക്കുമെന്ന ചോദ്യത്തിന് കണ്ടറിയണം എന്ന മറുപടി മാത്രമേയുള്ളൂ. ഡൽഹിയിൽ സ്വകാര്യ കമ്പനിയാണ് വൈദ്യുതി വിതരണം ചെയ്യുന്നത്. ഈ കമ്പനി കൊള്ളലാഭം കൊയ്യുന്നതാണ് നിരക്ക് വർദ്ധിക്കാൻ കാരണമെന്നാണ് ആപ്പിന്റെ വാദം. കമ്പനിയെ സ്വതന്ത്ര ഓഡിറ്റിംഗിന് വിധേയമാക്കും, കമ്പനി സ്ഥാപിച്ച മീറ്ററുകളിലെ അശാസ്ത്രീയത പുറത്തുകൊണ്ടുവരും, ഇതിലൂടെ തന്നെ വൈദ്യുതി ചെലവ് പകുതി കുറക്കാമെന്നാണ് പാർട്ടി പറയുന്നത്. അധികാരത്തിലേറി 16 ദിവസത്തിനകം ലോക്പാൽ ബിൽ പാസാക്കുമെന്നതാണ് മറ്റൊരു പ്രഖ്യാപനം. ഇതും സാധ്യമാണോ എന്ന കാര്യത്തിൽ വിരുദ്ധാഭിപ്രായങ്ങളുണ്ട്. ലോക്പാൽ ബിൽ പാസാക്കാൻ കേന്ദ്രത്തിന് മാത്രമേ അധികാരമുള്ളൂ. കേന്ദ്രം പറയുന്ന രീതിയിൽ സംസ്ഥാനങ്ങൾ ലോകായുക്തയാണ് പാസാക്കേണ്ടത്. ഈ ബില്ലിൽ മാറ്റം വരുത്താൻ പൂർണ്ണ സംസ്ഥാന പദവിയില്ലാത്ത ഡൽഹിക്ക് കേന്ദ്രത്തിന്റെ അനുമതി വേണം. മീഡിയ 1 ഡൽഹി.